നമുക്ക് പോകാം വീണ്ടും നിലമ്പൂരിലേക്ക്. നിലമ്പൂരിൻ്റെ ആവേശം നമുക്ക് പകർത്തിയെടുക്കാം. നേരത്തെ നാം കണ്ടതുപോലെ അതിൻ്റെ ഒരു വലിയ തുടർച്ചയാണ് എം സ്വരാജിൻ്റെ സ്വീകരണത്തിലൂടെ വായിച്ചെടുക്കേണ്ടത്. രാഷ്ട്രീയ കേരളത്തിന് തന്നെ അപൂർവമാണ്. ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന വേളയിൽ തന്നെ ഇത്രയേറെ ആവേശവും അംഗീകാരവും ഒരു മുന്നണിക്ക് ലഭിക്കുന്നു എന്നത് തന്നെയാണ് ഇടതുപക്ഷം LDF ഇപ്പോൾ നേരിടുന്ന മേൽക്കൈ എന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാം നിഷ്പക്ഷ നിരീക്ഷണത്തിലൂടെ. എം സ്വരാജ് റോഡ് ഷോ നടത്തുന്നു. PV കുട്ടനിലേക്കാണ് നമ്മൾ പോകുന്നത്. PV കുട്ടൻ, അവിടുത്തെ ആവേശം എങ്ങനെ? റോഡ് ഷോ എവിടം വരെ നീളും? എപ്പോൾ എവിടെയാണ് എത്തിയിരിക്കുന്നത്? നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് പുറത്തേക്ക് ഇറങ്ങിയതേ ഇപ്പോൾ തന്നെ അരമണിക്കൂറായി നമുക്ക് ദൃശ്യങ്ങൾ കാണാം. കൈരളി ആകാശ ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്. കൂടാതെ എല്ലാവിധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ റോഡ് ഷോ കൈരളി സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ തന്നെ ഇപ്പോൾ ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുമ്പിലേക്ക് ഇറങ്ങിയതേ ഉള്ളൂ. കാരണം അത്രയും ജനത്തിരക്കായിരുന്നു റെയിൽവേ സ്റ്റേഷനകത്തും പുറത്തും. പതിനായിരങ്ങളാണ് തങ്ങളുടെ പ്രിയപ്പെട്ട നായകനെ വരവേൽക്കുന്നതിന് വേണ്ടി, നിലമ്പൂരിന്റെ നേതാവിനെ വരവേൽക്കുന്നതിന് വേണ്ടി, സ്വീകരിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേർന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം 10:30 മണിയോടുകൂടിയാണ് എം സ്വരാജ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. നാടിന്റെ നാനാഭാഗത്തു നിന്നും നിലമ്പൂർ മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള പതിനായിരങ്ങൾ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. ഈ വാഹന വ്യൂഹത്തിനും അതോടൊപ്പം തന്നെ ബൈക്ക് റാലിയും ജനങ്ങൾ നടന്നുമൊക്കെ ഈ ഒരു റോഡ് ഷോയിൽ ഭാഗമാകുന്നുണ്ട്. ഇപ്പൊ മുന്നോട്ട് പോകാൻ പറ്റാത്ത അത്ര തരത്തിൽ അത്രയും ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഒരു അരമണിക്കൂറായി കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് ഒരു 10-15 മീറ്റർ പോലും മുന്നോട്ട് പോകുന്നുള്ളൂ. അത്രയും ജനത്തിരക്കാണ്. നിലമ്പൂർ ഇതുവരെ കാണാത്ത അത്രയും വലിയ ജനങ്ങളുടെ ഒഴുക്കാണ് ആദ്യം ഇവിടെ കാണുന്നത്. നിലമ്പൂരിന്റെ സ്വരാജിനെ വരവേൽക്കുന്നതിന് നാട് മുഴുവൻ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇത് തന്നെയാണ് CPIM-ന്റെ ഒരു രാഷ്ട്രീയ വിജയം എന്നുള്ളത്. കാരണം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഇന്നലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടുകൂടി തന്നെ നിലമ്പൂർ ഇളകി മറിയുകയായിരുന്നു. നേരത്തെ CPM നേതാക്കളൊക്കെ പറഞ്ഞതുപോലെ ഇന്നലത്തെ പകലെന്ന് പറഞ്ഞത് CPM പ്രവർത്തകരെ സംബന്ധിച്ച് ഇവിടുത്തെ പൊതുജനങ്ങളെ സംബന്ധിച്ചുമൊക്കെ വലിയ ആവേശത്തിൻ്റെതായിരുന്നു, വലിയ വെളിച്ചത്തിൻ്റെതായിരുന്നു. ഇവിടെ മഴയൊക്കെ ആണെങ്കിലും സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം വന്നതോടുകൂടി നാടാകെ ഇളകി മറിയുകയായിരുന്നു. ഗ്രാമാന്തരങ്ങളിലൊക്കെ ആയിരങ്ങൾ പങ്കെടുത്ത, നിലമ്പൂർ ഇതുവരെ കാണാത്ത അത്രയും വലിയ ജനങ്ങൾ ഞങ്ങളൊക്കെ നേരിട്ട് കണ്ടതാണ്. അത്രയും വലിയ ജനങ്ങളുടെ ഒഴുക്കായിരുന്നു സ്വരാജിനെ വരവേറ്റുകൊണ്ടുള്ള പ്രകടനങ്ങൾക്ക്. ഇന്നലെ മുതൽ തന്നെ രാത്രി വൈകുവോളം ബൂത്ത് തലങ്ങളിലൊക്കെ പ്രകടനങ്ങൾ നടന്നു. പന്തം കൊളുത്തി പ്രകടനം നടന്നു. പണ്ട് പഴയകാല തെരഞ്ഞെടുപ്പ് പ്രചരണ രീതികൾ പോലെ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കൊണ്ട് ഇന്നലെ തന്നെ സ്ക്വാഡ് വർക്കുകൾ നമ്മൾ നഗരങ്ങളിലും ഗ്രാമങ്ങളിലൊക്കെ കണ്ടു. നിരവധിയായ ആൾക്കാർ 10, 20, 25 അംഗങ്ങളടങ്ങിയ സ്ക്വാഡുകൾ ഓരോ വീടുകളിലും എത്തി തങ്ങളുടെ സ്ഥാനാർത്ഥി സ്വരാജാണെന്ന് അറിയിക്കുകയാണ്. അവർ ഓൾറെഡി നേരത്തെ അറിഞ്ഞു കഴിഞ്ഞു. പക്ഷെ എങ്കിൽ പോലും ജനങ്ങളുമായുള്ള നിരന്തര സംവേദനമാണ് CPIM-ന്റെ LDF-ന്റെ സംഘടനാ രീതി. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കൊണ്ടും അതോടൊപ്പം തന്നെ നാളെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന കൺവെൻഷൻ, LDF-ന്റെ കൺവെൻഷൻ, അതിലേക്ക് ആൾക്കാരെ ക്ഷണിക്കുന്നതിന് വേണ്ടിയൊക്കെ അത്തരത്തിൽ വളരെ സജീവമായ രീതിയിൽ നിലമ്പൂരിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള അത്രയും പ്രവർത്തനങ്ങൾ ഇവിടെ LDF-ന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, CPM-ന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയൊരു തെളിവായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പ്രകടനപരമായ ഒരു സാക്ഷ്യമാണ് ഇപ്പോൾ ഇവർ കാണുന്ന റോഡ് ഷോ. ഇന്ന് 10:30 ആരംഭിച്ച റോഡ് ഷോ ഇപ്പോഴും റെയിൽവേ സ്റ്റേഷന്റെ ഒരു 100 മീറ്റർ പോലും മുന്നോട്ട് പോയിട്ട് അത്രയും ജനസംഖ്യകൾ, യുവജനങ്ങളും സ്ത്രീകളും പ്രായമായവരും ഒക്കെ ഉൾപ്പെടുന്ന വലിയൊരു ജനക്കൂട്ടം, നിലമ്പൂരിന്റെ ഒരു സമൂഹത്തിന്റെ ഒരു പരിചയം തന്നെ ഇവിടേക്ക് എത്തിയെന്ന് പറയാൻ വേണ്ടി പറ്റും. ജനത്തെ CPM പ്രവർത്തകർ മാത്രമല്ല, LDF-ന്റെ പ്രവർത്തകർ മാത്രമല്ല, മറ്റ് പൊതുപ്രവർത്തകരുണ്ട്, പൊതുജനങ്ങളുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ളൊരു വരവേൽപ്പ് സ്വരാജിനെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അജിംഷാദ്. തീർച്ചയായും എം സ്വരാജ് അവിടേക്ക് ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി. നിലമ്പൂർ ജനതയുടെ ഹൃദയ വഴികളിലൂടെ ഇതാ നടന്നു നീങ്ങുകയാണ്. നേരത്തെ PV കുട്ടൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്നത് ഒരുപക്ഷെ LDF-നെയോ CPIM-നെയോ സംബന്ധിച്ച് അവരുടെ മെഷീനറി, പ്രത്യേകിച്ച് ഇലക്ഷൻ അടക്കം അരക്കിട്ട എണ്ണയിട്ട യന്ത്രങ്ങൾ പോലെ അച്ചടക്കത്തോടുകൂടി കൃത്യമായും സമഗ്രമായി നീങ്ങുന്ന ഒരു രീതിയാണ് അവരുടേത്. അതൊരു വലിയ പ്രത്യേകതയല്ല നിലമ്പൂരിനെ സംബന്ധിച്ച്, അവരെ സംബന്ധിച്ച്, LDF-നെ CPIM-നെ സംബന്ധിച്ച്. പക്ഷേ നോക്കൂ, ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ തന്നെ ഇത്രയേറെ ഒരു മുന്നണിയും ഒരു പാർട്ടിയും മേൽക്കൈ നേടുന്നു എന്നുള്ളതാണ്. LDF-ന്റെ സ്ഥാനാർത്ഥിയായി സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് എത്തുന്നു എന്ന് അറിഞ്ഞത് മുതൽ അത് അവരുടെ പാർട്ടിക്കാർ മാത്രമല്ല, അതിന് പുറത്തുമുള്ള ഒരു വലിയ ആവേശം. നിങ്ങൾ പകുതി ജയിച്ചു കഴിഞ്ഞു എന്ന അർത്ഥത്തിൽ പലരും പറയുന്ന തരത്തിൽ ഉള്ള ഒരു രീതിയിലേക്ക് ആ ആവേശത്തെ വായിച്ചെടുക്കാനായി. അതാണ് എം സ്വരാജിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, സ്ഥാനാർത്ഥിയുടെ പ്രത്യേകത. അതാണ് LDF നേരിടുന്ന ഒരു വലിയ മേൽക്കൈ ഈ ഘട്ടത്തിൽ.